ശ്രീ ലാൽകുമാർ, ഇപ്പോൾ മുഖ്യമന്ത്രി ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പറയുന്ന പോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും തീരുമാനിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അല്ല, അത് നോക്കൂ, ഒരു വലിയൊരു ലൗഡ് ഡിഫീറ്റാണ് ഉണ്ടായത്. ആ ലൗഡ് ഡിഫീറ്റിന് കറക്റ്റ് തിരിച്ചു വരാനുള്ള ഒരു പ്രക്രിയ അവിടെ നടക്കണം. അതിന് കറക്റ്റ് പ്രപ്പോർഷൻ നോക്കി തന്നെ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് ഭരണപക്ഷം ഉണ്ടെങ്കിലേ പ്രതിപക്ഷമുള്ളൂ, അല്ലെങ്കിൽ പ്രതിപക്ഷമായിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ല. ഞാൻ അങ്ങനെ കണക്കാക്കുന്നത്. അത് മാത്രമല്ല, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കുണ്ടായ ഡിഫീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ലൈനിലാണ്. ആ അൺഎക്സ്പെക്റ്റഡ് ലൈനിലുള്ള ഡിഫീറ്റിന് മാത്രമല്ല, അതിന് സ്കെയിലും വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാ ഡെലിബറേഷൻസും കഴിയാതെ പെട്ടെന്നൊരു കൺക്ലൂസീവ് ഇതിലേക്ക് വരാൻ പറ്റില്ല. ഇവിടെ രാജു പി നായർ പറഞ്ഞ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, കഴിഞ്ഞ പ്രാവശ്യം സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട്, ഞാനതൊരു വലിയ കണക്ക് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, അത് ലേറ്റ് ആയത് എനിക്കൊന്ന് കോവിഡുമായി ബന്ധപ്പെട്ട എന്തോ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ അത്രയും ലേറ്റ് ആകില്ലായിരുന്നു. അത് പോട്ടെ, അത് ഒരു വാദമായിട്ട് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ നീതി, ഇന്ന് ഞാൻ സംസാരിച്ചത് ഒരു നീതി എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ നിന്നാണ്. എൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഡിബേറ്റിന് ഹെഡിങ് എന്ന് പറഞ്ഞാൽ നീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തമിഴ്നാട്ടിലെ കാര്യം ഒന്ന് സൂചിപ്പിക്കാം. തമിഴ്നാട്ടിൽ നോക്കൂ, CPIM ആണെങ്കിലും CPI ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും തന്നെ നിന്നാൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. ഇതൊരു സത്യമാണ്. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഇവരെല്ലാം, എല്ലാ പാർട്ടികളും, എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടെന്നറിയാം, ഞാൻ സംസാരിക്കുന്നറിയാം. കോൺഗ്രസ് ആണെങ്കിലും വർഷങ്ങളായിട്ട് ശിവഗംഗയിലൊക്കെ ജയിക്കുന്ന ചിദംബരം അവിടെ DMK ആളെ നിർത്താതാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ജയിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ DMKയോട് ചെയ്തത് അനീതിയാണ്. കാര്യം നോക്കൂ, TVK സപ്പോർട്ട് ചെയ്ത് അവരെ പുറത്താക്കും, BJPയെ പുറത്തു നിർത്തുന്നതിൽ ഒരു ടാക്ടിക്കൽ ഓർ സ്ട്രാറ്റജിക് പൊസിഷൻ എടുക്കുന്നതിൽ തെറ്റില്ല. അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു കൺകറൻസ്, DMKയുടെ അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ ഒരു കൺകറൻസോട് കൂടിയാകണമായിരുന്നു. അദ്ദേഹത്തിനോട് മാന്യമായി ഒന്ന് പറയുമെങ്കിലും ചെയ്യാമായിരുന്നു. അതുപോലും പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കിയത് സ്റ്റാലിനാണ്, വേറെ ആരുമല്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു മുന്നണിയുടെ ഏറ്റവും വലിയ നട്ടലായി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ആളോടത് പറയാതെ അവരുടെ ഷാഡോയിൽ നിന്ന് ജയിച്ചിട്ട് നമ്മളത് ചെയ്യുന്നത് നീതിയല്ല. അത് നീതിയല്ല, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.